ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ഒരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ. നമ്മളുടെയൊക്കെ വീഡിയോയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. നൊസ്റ്റാൾജിക് റെസിപ്പിയാണിത്. പലരും പല രീതിയിലായിരിക്കും കേട്ടോ ഈ ചക്കക്കുരു മാങ്ങയൊക്കെ വെക്കാറുള്ളത്. ഒഴിച്ചുകറിയായിട്ട് വെക്കാറുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുറുകിയിരിക്കുന്ന ചാറോട് കൂടി വെക്കാറുണ്ട്. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെ വെച്ചാലും നല്ല രുചിയാണ്, അതിൻ്റെ കാര്യത്തിന് ഒരു സംശയവുമില്ല. അപ്പം ഞാനിവിടെ ചക്കക്കുരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതായത് കരിന്തൊലി മാത്രം, അതിൻ്റെ പുറമേയുള്ള വൈറ്റ് തൊലി മാത്രമാണ് കളഞ്ഞിട്ടുള്ളൂ. ബാക്കി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കറുത്ത തൊലിയും കൂടെ കളയാട്ടോ, കളയേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ വേണ്ടത് മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കോമാങ്ങ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. നല്ല തൊലിക്ക് കട്ടിയുള്ള ടൈപ്പ് മാങ്ങയുണ്ടല്ലോ, അതിന് അത്ര നല്ല പുളിയില്ല. അപ്പം ഞാൻ മാങ്ങയുടെ അളവ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വലുപ്പവും നമ്മളുടെ ഇഷ്ടമാണ്. വലുപ്പം വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിലിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 4 വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. ഞാനിവിടെ ഇതിപ്പം 2 മുറിക്കുന്നുള്ളൂ. ഇങ്ങനെ മുറിക്കാൻ പേടിയുള്ളവർക്ക് നമ്മളുടെ കട്ടിംഗ് ടേബിളിൽ വെച്ചിട്ടും നമുക്ക് മുറിച്ചെടുക്കാവേ. അപ്പം ചക്കക്കുരു നല്ല ഹാർഡാണ്. നല്ല കട്ടിയുള്ള ചക്കക്കുരു ആണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അതിന് 100 ചക്കക്കുരു എന്നാണ് പറയണത്. അപ്പോൾ അത് മുറിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രുചിയാണ് ആ കറി കൂട്ടാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ചക്കക്കുരുവാണ് ഈ ഒരു കറിക്ക് എടുക്കാൻ നല്ലത് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് അത്ര നല്ല 100 ചക്കക്കുരു അല്ലായിരുന്നു. കുറച്ച് ഇളതായിട്ടുള്ള ചക്കക്കുരുവാണ് എനിക്ക് കിട്ടിയത്. 100 ചക്കക്കുരു ആണെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കുമ്പോൾ ഭയങ്കര പാടാണ്. ചില മത്തങ്ങയൊക്കെ നമുക്ക് മുറിക്കുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര പാടല്ലേ. അത് നല്ല മത്തങ്ങയായിരിക്കും, നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങയായിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെ കറി വയ്ക്കുമ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ചക്കക്കുരുവിൻ്റെ കാര്യവും. അപ്പം ചക്കക്കുരു എല്ലാം ഞാനിവിടെ ഇതുപോലാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് മാങ്ങയും കൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കട്ടിയുള്ള ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി കളയുന്നുണ്ട്. നമ്മളുടെ മൂവാണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് തൊലി കളയാതെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം അതിൻ്റെ തൊലിയിലുള്ള ആ ഒരു പോഷകം കൂടി നമുക്ക് കിട്ടും. ഇത് കുറച്ച് കട്ടിയുള്ള തൊലിയാണ്, പിന്നെ അതിന് ചെറിയൊരു കയ്പും ഉണ്ട്. അതുകൊണ്ട് ഇത് കളയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കളയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാങ്ങയൊന്ന് കഴിച്ച് നോക്കുക. അതിന് തൊലിക്ക് കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് കളഞ്ഞാൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ തൊലിയോട് കൂടി തന്നെ വെക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ മാങ്ങയെല്ലാം ഇവിടെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. മാങ്ങ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതൊരു 3-4 പൊളന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയുടെ ആ ഒരു വലിപ്പവും നമുക്ക് കുറച്ച് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. എന്തായാലും ഞാൻ ഈ ഒരു രീതിയിൽ മാങ്ങയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ മാങ്ങയും ചക്കക്കുരും കൂടി നമ്മളുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ നല്ല രീതിയിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കുക്കറിലിടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടിയിലിട്ട് നമ്മളുടെ വിറകടുപ്പിൽ വെച്ചിട്ടങ്ങ് വേവിച്ച് കൊടുക്കാം. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വേവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മൺചട്ടിയിലിട്ട് വേവിക്കുന്നതാണ് യഥാർത്ഥ ആ ടേസ്റ്റിലേക്ക് നമ്മളുടെ കറി കിട്ടുന്നത്. പിന്നെ ഇതിന് ഞാൻ ടിപ്പ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മൺചട്ടിയിലിട്ട് വെക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരുവും മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 4 വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിളിന് അല്ലെങ്കിൽ നമ്മുടെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ചക്കക്കുരു മാങ്ങയും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം 1.5 കപ്പ് ചക്കക്കുരുവായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി അതൊന്ന് നികപ്പിയും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കറിൽ വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഒരു 4 വിസിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ബാക്കി സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാവേ.
പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ചുവന്നുള്ളി. അതൊരു 8 എണ്ണം വരെ എടുക്കണം. കാന്താരി മുളക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്നത് എന്തുമാത്രമാണോ അതിന്. കാന്താരി മുളക് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ടേസ്റ്റാണ്. കിട്ടുന്നവരൊക്കെ കാന്താരി മുളക് ചേർക്കുക. പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ള് ജീരകവും കൂടിയാണേ. നമ്മളുടെ കൈ കൊണ്ടെടുക്കുന്ന ഒരു നുള്ള് ജീരകവും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നല്ല രീതിയിൽ നമുക്ക് നല്ല ഫൈൻ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. തരി ഒട്ടും ഇല്ലാതെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചക്കക്കുരുമാങ്ങയൊന്ന് വെന്തോ നോക്കാവേ. കണ്ടോ, നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉടയ്ക്കുന്നതും ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല, ചിലവർ ഇഷ്ടപ്പെടും. അങ്ങനെ ഇതും ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിവിടെ നല്ല രീതിയിൽ ഉടച്ചാണ് വെക്കാറുള്ളത്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. അപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നല്ല രീതിയിൽ മിക്സായി കിട്ടുവേ. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല, ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ചിലപ്പം ചക്കക്കുരു വേവാനൊക്കെ കുറച്ച് മടി കാണിച്ചെങ്കിലോ എന്ന് ഓർത്താണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ അങ്ങ് ചേർക്കണം. അപ്പോൾ അരപ്പ് ചേർക്കുന്നതിന് മുന്നമാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ചട്ടിയിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് കുറച്ച് കടുക് വറുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണയുടെ ഒരു ചുവ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണം. കടുക് വറുക്കുമ്പോൾ ശേഷം മാത്രം. അപ്പം അത് ഒന്ന് കറിക്ക് രുചി വ്യത്യാസം വരും. എല്ലാം പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ അതിന് ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് ജസ്റ്റ് അതൊന്ന് വാടി വരുമ്പോൾ കുരുമാങ്ങയ്ക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ. കുറേ നേരം നമുക്കൊന്ന് വഴറ്റാവേ. കറക്റ്റ് നോക്കി നല്ല ഇതുള്ളൂ. 1 ടീസ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി മിനിറ്റ് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ കറി. വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാനെത്തിയ ഒരുപാട് നന്ദി. തുടർന്ന് കാണുമല്ലോ. ഞാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.